അഖിൽ അഖിൽ രവീന്ദ്രൻ, അഖിൽ ഒറ്റ വാക്കിൽ എൻ ഡി എയുടെ വിജയത്തെ എങ്ങനെ വിശേഷിപ്പിക്കാനാവും താങ്കൾക്ക്? ഇപ്പോൾ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട് ബി ജെ പി മാറിയിരിക്കുകയാണ്. ഇതൊരു മഹാവിജയമാണ്. ഇത് ബീഹാറിലെ ജനങ്ങൾ കോൺഗ്രസിന്റെ ഈ കള്ളപ്രചരണങ്ങൾക്ക് നൽകിയിട്ടുള്ള കനത്ത മറുപടിയാണ് എന്നാണ് എനിക്ക് ഇതിനകത്ത് പറയാനായിട്ടുള്ളത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഐക്യമില്ലായ്മയും സംഘടനാ ദൗർബല്യവും ഒരു ഇലക്ഷനെ എങ്ങനെ നേരിടണം, ഇലക്ഷൻ പ്രവർത്തനങ്ങളിൽ എങ്ങനെയാണ് സജീവമായി താഴെത്തട്ടിൽ പ്രവർത്തകരെയും വോട്ടർമാരെയും വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകേണ്ടതെന്ന് അവർ മറന്നിരിക്കുകയാണ്. അവർ ആ ഇലക്ഷൻ വർക്കുകളിൽ നിന്നും അവർ പിന്തിരിഞ്ഞ് നടക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് ഈ ഇലക്ഷൻ റിസൾട്ടിലൂടെ കാണാൻ സാധിക്കുന്നത്. കോൺഗ്രസിന്റെ പല സ്ഥലങ്ങളിലും, ബീഹാറിലെ പല ജില്ലകളിലും മണ്ഡലങ്ങളിലും നേതാക്കന്മാര് പോലും ഇല്ലാത്ത സ്ഥലം, മണ്ഡലം കമ്മിറ്റികളില്ലാത്തത്, ബൂത്ത് കമ്മിറ്റികളില്ലാത്ത സ്ഥലങ്ങൾ, ബൂത്തിലെ പ്രവർത്തകര് ബൂത്തിൽ ഇരിക്കാൻ പറ്റാത്ത സാഹചര്യം, അങ്ങനെ പ്രചരണമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അതിനെ ഈ മഹാഗഠബന്ധൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു മുന്നണിക്ക് എങ്ങനെയാണ് കോൺഗ്രസിന് ലീഡർഷിപ്പ് കൊടുക്കാൻ സാധിക്കുക? കാരണം അവർക്ക് താഴെ തട്ടിലുള്ള പ്രവർത്തക ഗണമില്ല. ഈ പ്രവർത്തനങ്ങൾ, ഇലക്ഷൻ വർക്ക് എങ്ങനെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്രവർത്തന ടീം ഇല്ലാത്ത ഒരു പോരായ്മ നമ്മളവിടെ കണ്ടു. അപ്പൊ ഇവര് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും വലിയ വലിയ കാഴ്ചപ്പാടുകളും ഒക്കെ മുന്നോട്ട് വെക്കുമ്പോൾ ഒരു ഇലക്ഷനെ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയിട്ട് വോട്ട് ചോരി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു കള്ളപ്രചരണങ്ങൾ നടത്തിയാൽ മാത്രം വോട്ട് കിട്ടുന്ന ഒരു സാഹചര്യമില്ല. ജനങ്ങൾ വോട്ട് ചെയ്യാൻ തയ്യാറാകുമ്പോൾ അവർക്ക് ആത്മവിശ്വാസമുള്ള ഒരു നേതൃത്വം ഉണ്ടാവണം. അവരാർക്കാണ് വോട്ട് ചെയ്യേണ്ടത്? ഒരു രാജ്യത്തെ ഭരിക്കാൻ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തെ ഭരിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വോട്ട് ചെയ്യുമ്പോൾ ആ നേതൃത്വത്തോടും ആ രാഷ്ട്രീയ പാർട്ടിയോടും അവർ ഉന്നയിക്കുന്ന ആശയങ്ങളോടും അവർ കൊണ്ടുവരുന്ന വിഷയങ്ങളിലുമുള്ള ആത്മാർത്ഥത ജനങ്ങൾ പരിശോധിക്കുകയല്ലേ? അങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് കോൺഗ്രസ് ഒരുപാട് പുറകിലാണ്. രാഹുൽ ഗാന്ധി ഇന്നൊരു കോമാളിയായിട്ട് മാറിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി കൊണ്ടുവരുന്ന ഏതെങ്കിലും ഒരു വിഷയം ജനങ്ങൾ ഹൃദയത്തോട് ചേർത്തിട്ടുണ്ടോ? അവർ ആത്മാർത്ഥമായി ആ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടോ? ജനങ്ങൾ അതിനെ എല്ലാം മാറ്റി നിർത്തുന്ന ഒരു കാഴ്ചപ്പാടാണ്. ഈ രാജ്യത്തെ യുവാക്കൾ, യുവതികളെ സ്വാധീനിക്കാൻ വേണ്ടി ഒരു ശ്രമം നടന്നു. എന്താണ് ആ വിഭാഗം ആളുകൾ, യുവാക്കൾ, ബീഹാറിലെ ജനങ്ങൾ എന്ത് നിലപാടാണ് എടുത്തിട്ടുള്ളത്? അപ്പൊ ഇത് കോൺഗ്രസിന്റെ അടിത്തറ ഇളകുന്ന, കോൺഗ്രസിന്റെ സംഘടനാ ദൗർബല്യം, രാജ്യത്തെ മുഴുവൻ കോൺഗ്രസിന്റെ അവസ്ഥ ഇതാണ് എന്ന് വ്യക്തമായി സൂചിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടിയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഞങ്ങളുടെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചെയ്തിട്ടുള്ള ജനോപകാരപ്രദമായിട്ടുള്ള പദ്ധതികൾ, ആ പദ്ധതികൾ താഴെത്തട്ടിലുള്ള സാധാരണ ജനങ്ങളുടെ കുടുംബങ്ങളിലേക്കും അവന്റെ വീടുകളിലേക്കും അവൻ അനുഭവിക്കാൻ കഴിഞ്ഞു. കേന്ദ്ര പദ്ധതികളുടെ ഗുണങ്ങൾ അനുഭവിക്കാൻ കഴിഞ്ഞു. ആ അനുഭവമാണ് വോട്ടായിട്ട് മാറുന്നത്. ആ അനുഭവമാണ് ആത്മവിശ്വാസമായി ഒരു പാർട്ടിക്ക് കൂടെ ചേരുവാൻ, അല്ലെങ്കിൽ ആ പാർട്ടിയെ വിജയിപ്പിക്കണം, വീണ്ടും ഭരണം കൊടുക്കണമെന്ന് തോന്നുന്നത് ആ പദ്ധതികളുടെ ഗുണങ്ങൾ ലഭിച്ചിട്ടുള്ള ആളുകൾക്കാണ്. അപ്പൊ ജനങ്ങൾ വിലയിരുത്താൻ പാകമുള്ള, പക്വതയുള്ള, വിവരവും വിദ്യാഭ്യാസവുമുള്ള ബീഹാറിലെ ജനങ്ങൾ നരേന്ദ്രമോദി സർക്കാരിനൊപ്പം, നിതീഷ് കുമാറിനൊപ്പം, NDAക്കൊപ്പം ഈ ബീഹാറിൽ നിൽക്കുമ്പോൾ ആത്മവിശ്വാസത്തോടുകൂടി ഞങ്ങളുടെ സംഘടനാ സംവിധാനം കൃത്യമായി ചലിപ്പിച്ചു. ഞങ്ങളുടെ ബൂത്ത് കമ്മിറ്റികൾ കൃത്യമായി ചലിപ്പിച്ചു. ഞങ്ങളുടെ വാർഡുകളും മണ്ഡല കമ്മിറ്റികളും പഞ്ചായത്ത് കമ്മിറ്റികളും ജില്ലാ ഘടകങ്ങളും എല്ലാം എണ്ണയിട്ട യന്ത്രം പോലെ സംഘടനാ സംവിധാനം കൃത്യമായി പ്രവർത്തിച്ചതിന്റെ ഭാഗമാണ് ഈ വിജയം നേടാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോ കോൺഗ്രസിന്റെ പ്രതിനിധികൾ പറയാൻ ആഗ്രഹിക്കുന്നത്, പറഞ്ഞുകൊണ്ടിരിക്കുന്നത് EVM-ന്റെ കുറ്റമായിരിക്കാം, അല്ലെ? EVM-ന് ഇനി കിടക്കപ്രതി ഉണ്ടാവില്ല. EVM-ന്റെ തലയിലാണ് ഇനിയുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. കള്ളവോട്ടിന്റെ പ്രചരണങ്ങള്, രാഹുൽ ഗാന്ധി നാളെ രാവിലെ മുതൽ കള്ളവോട്ടിന്റെയാണ്. അദ്ദേഹത്തോട് ആ ബീഹാറിൽ ഒരു ദിവസമെങ്കിലും പൂർണ്ണമായി ചെലവഴിക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ ഇതിൽ കൂടുതൽ സീറ്റ് കിട്ടുമായിരുന്നു.
അല്ലെ? രാഹുൽ ഗാന്ധിക്ക് ബീഹാറിൽ ഇത്രയും രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ശ്രദ്ധിക്കുന്ന അത്രയും പ്രതിസന്ധിയിൽ നിൽക്കുന്ന കോൺഗ്രസിനെ ചേർത്ത് പിടിക്കുവാൻ, കോൺഗ്രസിന്റെ ആ ഇലക്ഷൻ പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ രാഹുൽ ഗാന്ധിക്ക് തയ്യാറായില്ല. രാഹുൽ ഗാന്ധി പല രാജ്യങ്ങളിലൂടെ യാത്രയായിരുന്നു, എവിടെയൊക്കെ പോയെന്നുള്ള കാര്യം ഞാൻ പറയുന്നില്ല. പക്ഷെ അങ്ങനെ ആത്മവിശ്വാസവും ഇല്ലാത്ത ഒരു നേതൃത്വം, പ്രവർത്തകരെ പ്രവർത്തന പാതയിലേക്ക് ഇറക്കി വിടുവാൻ കഴിവില്ലാത്ത ഒരു നേതൃത്വം, ജനങ്ങൾക്ക് ആത്മവിശ്വാസം കൊടുക്കാത്ത നേതൃത്വം, പറയുന്നതെല്ലാം കള്ളമാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുമ്പോൾ ഈ നേതൃത്വത്തെ, ഈ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ രാജ്യത്ത് നിന്നും തുടച്ചു നിൽക്കുന്ന കോൺഗ്രസ് മുക്ത ഭാരതമായി ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. ബീഹാറിൽ 5 സീറ്റ് ഏകദേശം ഒരു ഓട്ടോയിൽ അവർക്ക് നിയമസഭയിലേക്ക് പോകാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ച കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധി ഇനിയും ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങളുമായിട്ട് വരണം, ഇത്തരത്തിലുള്ള നുണപ്രചരണങ്ങളുമായിട്ട് വരണം. അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടിക്ക് ഗുണമാകുകയുള്ളൂ. കാരണം രാഹുൽ ഗാന്ധി പറയുന്നത് കള്ളമാണ്, രാഹുൽ ഗാന്ധി പ്രചരിപ്പിക്കുന്നത് കള്ളമാണ് എന്ന് പൊതുജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.